ഹായ് മക്കളെ, അപ്പം നാളെ മാത്സിൻ്റെ പരീക്ഷയാണല്ലേ. ഞാൻ മാത്സിൻ്റെ പരീക്ഷയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സാറേ ടെൻഷൻ എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യണം, മോട്ടിവേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒന്ന് എൻ്റെ കഥ പറഞ്ഞിടാം. എടാ, എൻ്റെ കേസിൽ എൻ്റെ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളെ താഴത്ത് നിന്നാണ് മൂന്നാമതായിരുന്നു ഞാൻ. എൻ്റെ താഴെ രണ്ടേ ആൾക്കാർ, അത്രയ്ക്കും അബദ്ധമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോംബെയിലേക്ക് നാട് വിട്ടാലോ എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാതിരുന്നതാണ്. പക്ഷേ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പം പാരൻസൊക്കെ സങ്കടമായിരുന്നു, എനിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തത് ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല എന്നുള്ളത്. +1ഉം +2ഉം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് പഠിച്ച ആ വർഷം +1ഉം +2ഉം പഠിച്ച കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിച്ച ടോപ്പ് 10 ആൾക്കാരിൽ ഒരാളാണ് ഞാനായിരിക്കും. അതുകൊണ്ട് തന്നെ +2ൻ്റെ കൂടെ ഞാൻ JEE എക്സാം എഴുതിയിട്ട് കോഴിക്കോട് NITയിൽ എനിക്ക് BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത്. എന്ന് മാത്രമല്ല പിന്നെ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ പാരൻസിനും, ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫും അത്യാവശ്യം നല്ല സെറ്റിലായിട്ടുണ്ട്. ആ ഒരു 2 വർഷം എന്താണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ, പിന്നെ ബാക്കി സ്റ്റോറികളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകുന്നത് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഏറ്റവും 10ാം ക്ലാസ് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രഷറൊക്കെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ മുന്നിലുള്ള നിങ്ങൾ കരുതുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 10ാം ക്ലാസ് ഇസ് എവറിത്തിങ്. 10ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ, നല്ല മാർക്കില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു, അല്ലെങ്കിൽ ഇത് അങ്ങോളം എന്നെ ബാധിക്കുന്നൊക്കെ അല്ലേ. അങ്ങനെ ഒന്നുമില്ല മക്കളെ. അതായത് നിങ്ങൾക്ക് ചേട്ടന്മാരും ചേച്ചിമാരും ആരെങ്കിലും 10th കഴിഞ്ഞ ആൾക്കാരുണ്ട്, അവർ പറയും മോളെ 10th ഒന്നുമല്ല എന്നുള്ളത് +1 ഒരാഴ്ചക്കുള്ളിൽ മനസ്സിലാവുന്നുള്ളത് അല്ലേ. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. സക്സസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇങ്ങനെ ഒരു റൂമിൽ 10ാം ക്ലാസ് കൂടെ അടിപൊളിയാക്കിയാൽ മാത്രമേ സക്സസ്സിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ഈ പഴയ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഒരു വലിയ ഹാളില്ലേടാ, ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അതായത് ഓരോ സൈഡിലും ഒരുപാട് ഡോറുകൾ ഉണ്ടാവും ആ ഒരു ഹാളിന് അല്ലേ. അതാണ് ആ ഓരോ ഡോറും എന്താണ് നിങ്ങളെ സക്സസ്സിലേക്കാണ്. അതിലുള്ള ഒരു ഫസ്റ്റ് ഡോറ് മാത്രമാണ് നിങ്ങളെ 10th നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കൂള് +1 അഡ്മിഷൻ കിട്ടും, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ്. അപ്പോൾ അവിടെ നല്ല കുട്ടികളായിരിക്കും, നമ്മൾ നന്നായി പഠിക്കും, +1 നല്ല സ്കോറിലേക്ക് കിട്ടും, +2 നല്ല സ്കോർ കിട്ടും, നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കലിലൊക്കെ നിങ്ങൾ കയറും, അങ്ങനെ അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ എന്താ, ആ ഡോർ അടഞ്ഞാൽ അടുത്ത ഡോർ +1 +2 എന്നുള്ള ഡോറ് നമ്മൾ തള്ളി തുറക്കാൻ നോക്കണം. അതായത് അത്ര നല്ല സ്കൂളൊന്നല്ല, ഫ്രണ്ട്സൊന്നും അത്ര പഠിക്കുന്ന കുട്ടികളല്ലെങ്കിലും നമ്മൾ ഇരുന്ന് പഠിച്ച് ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെക്കാളും, ഞാൻ പറയട്ടെ, അന്ന് എൻ്റെ ബാച്ചിൽ എൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്കൂളിലുള്ള 400ഓളം കുട്ടികളിൽ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, NITയിൽ എത്തിയിട്ടില്ല. കാരണം എന്താ, അവർ 2ാമത്തെ ഡോറ് തള്ളി തുറക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ ആ 2ാമത്തെ ഡോറാണ് തള്ളി തുറന്നത്. അതുമില്ലെങ്കിൽ അടുത്ത ഡോറ് നിങ്ങൾക്ക് കിട്ടും. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് കുറേ ഡോറുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരിക്കരുതെന്ന് മാത്രം. ഈ ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ക്ലാസ് 10th എന്ന ഡോറ് നിങ്ങൾക്ക് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ മുന്നിൽ എന്തുണ്ട്, ഒരുപാട് ഡോറുകൾ ഇനിയുണ്ട്. ഓരോന്നും തള്ളി തുറക്കാൻ നോക്കാം, പറ്റിയില്ല അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സക്സസിന്റെ ഡെഫിനേഷൻ. ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ KFCയുടെ ഇത് കണ്ടില്ലടാ, KFCയുടെ ബോർഡിലുള്ളത് ഒരു പ്രായമുള്ള ഒരു വയസ്സനല്ലേ, അതൊരു യങ് ആളെ കൊടുക്കാതിരുന്നത്. കാരണം എന്താ, അയാൾ 65ാം വയസ്സിലാണ് KFC സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേയുള്ള മൂപ്പരുടെ 65 വർഷവും സ്ട്രഗിളുകളുടെ കഥകളായിരുന്നു. സ്വന്തമായിട്ട് വീടില്ലാതെ വാനിലാണ് എത്രയോ വർഷം മൂപ്പര് കിടന്നുറങ്ങിയത്. ഓരോ ഡോറുകൾ. KFC ആദ്യമായി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്ററോട് സംസാരിച്ച് അത് കൺഫേം ആവുന്നതിന് മുമ്പ് 1000 വേറെ ആൾക്കാരോട് മൂപ്പര് സംസാരിച്ചിട്ടുണ്ട്. 1000 ആൾക്കാരും 1000 വാതിലുകൾ അടഞ്ഞപ്പോഴും 1001ാമത്തെ വാതിൽ മൂപ്പര് തുറക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് JK റൗളിങ്ങിന് അറിയില്ലടാ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, CBSE കുട്ടികൾക്ക്. ഏതാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹാരി പോട്ടറിന്റെ എഴുത്തുകാരി. ഹാരി പോട്ടർ എഴുതുന്ന സമയത്ത് അതൊരു സിംഗിൾ മദറായിരുന്നു. അതായത് ഡൈവേഴ്സ്ഡ് ആയിട്ട് സ്വന്തം മോള് മാത്രമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഠിനമായ ഡിപ്രഷനിലായിരുന്നു. കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ഹാരി പോട്ടർ എഴുതി കഴിഞ്ഞപ്പം 12 പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പം 12 ആളും റിജക്റ്റ് ചെയ്തു. പക്ഷെ 13ാമത്തെ പബ്ലിഷർ അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ചരിത്രമാവുക ചെയ്തത്. ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന നോവൽ സീരീസുകളിൽ ഒന്നിൻ്റെ ഓഥറാണ് JK റൗളിംഗ്. അപ്പം ഇത്രയും ആൾക്കാരെന്താണ് മുട്ടിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ് എന്നത് ഒരേ ഒരു വാതിൽ മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. ജസ്റ്റ് നിങ്ങൾ ആ വലിയ റൂമിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ഡോറുകളിൽ നിന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. പിന്നെ മറ്റൊന്ന്, പാരൻസ്. റിസൾട്ട് വന്നാൽ പാരൻസ്, ടീച്ചേഴ്സ്, എല്ലാവരും 1 ദിവസം 2 ദിവസം പ്രശ്നം ഉണ്ടാവും. ഇതിലും വലിയ പ്രശ്നം നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ട് ഇനി എന്താണ്, എങ്ങനെ പാരൻസിൻ്റെ മുഖത്ത് നോക്കും നമ്മൾ വിചാരിച്ച സമയത്ത്
ഇപ്പൊ അതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ എന്നോട് പറയാം, നീ വലിയ എജ്യൂപോർട്ടിന്റെ ഫൗണ്ടർ, പക്ഷെ നിനക്ക് 10ാം ക്ലാസ്സിലാകെ ഒരു A+ അല്ലേ ഉള്ളൂ എന്ന് ഇതുവരെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളെ പാരൻസ് 2-3 ദിവസം കൊണ്ട് മറക്കും എന്ന് മാത്രമല്ല, അൾട്ടിമേറ്റ്ലി നിങ്ങൾ അവരുടെ മക്കളാണ്, അവർ നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. സോ പാരൻസിനെ കുറിച്ചും ബാക്കിയൊന്നും ആലോചിക്കേണ്ട, കാലം മാറും. എന്താണ്, സച്ചിൻ ടെണ്ടുൽക്കർക്കും അല്ലെ വിരാട് കോഹ്ലിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന യൂസുഫ് അലിക്കൊക്കെ 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ട്, 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഇല്ല. അതാണ് കാര്യം. അപ്പം എന്താണ്, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അത് ആലോചിക്കാതിരിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. ആകെയുള്ളത് കൂളായിട്ട് പരീക്ഷ ചെയ്താൽ ഒരൊറ്റ ഡോറ് മാത്രമാണ്, ഇത് ഒരുപാട് ഡോറുകൾ ഉണ്ട് എന്ന് ആലോചിക്കുക. സൂപ്പർ. നിങ്ങൾ ഇതുവരെ ഇതിൽ വെച്ച് ഏറ്റവും ടെൻഷൻ ഫ്രീ പരീക്ഷ ആകട്ടെ നാളത്തെ കൂടെ ആശംസിക്കുകയാണ്. ബൈ ബൈ.